ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയുടെ 2 വീഡിയോകൾ കണ്ടു. അതിനോടുള്ള ചില പ്രതികരണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഴുവൻ വീഡിയോ അതുപോലെ കാണിച്ച് വിശദീകരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയത്തില്ല. അതിനകത്തെ ചില ഭാഗങ്ങൾ മാത്രം പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഷാജൻ സ്കറിയയുടെ വീഡിയോയ്ക്ക് ഇത്ര പ്രാധാന്യത്തോടെ അതിനെ അനലൈസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, മലയാളിയുടെ പൊതുബോധത്തെ നിയന്ത്രിക്കുന്നതിൽ, രൂപപ്പെടുത്തുന്നതിൽ ഇന്ന് ഷാജൻ സ്കറിയയ്ക്കുള്ളത്രയും പ്രാധാന്യം മറ്റാർക്കുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ ഞാൻ അംഗീകരിക്കുന്നു. കാരണം ആ രംഗത്ത് അദ്ദേഹം ഒരു വിഷണറിയായി പ്രവർത്തിക്കുകയും ശക്തമായ നിലയിൽ മലയാളിയുടെ മനസ്സിലേക്ക് ആശയങ്ങൾ എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുമുണ്ട്. പിണറായിയുടെ പോലീസ് അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിയപ്പോൾ അദ്ദേഹം കേന്ദ്രം ഭരിക്കുന്ന BJPയോട് ചേർന്ന് നിൽക്കുവാൻ പരിശ്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ശ്രമങ്ങൾ ഇപ്പോഴും അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മാത്രവുമല്ല, ഇടത് വലതായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ വോട്ടേഴ്സിൽ ഒരു വിഭാഗത്തെ, അതായത് ക്രൈസ്തവ വിഭാഗത്തെ BJPയിലേക്ക് എത്തിക്കുവാനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ ഷാജൻ സ്കറിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുനമ്പം വിഷയമൊക്കെ ഊതി കത്തിച്ച് അതിന് നല്ല നിലയിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന്, പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവരെ പരസ്യ വിചാരണ നടത്തുകയും പോലീസ് അവരെ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതുവരെ അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തേക്ക് അവർക്ക് ജാമ്യം ലഭിച്ചേക്കാം. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. ഈ സംഭവത്തെ ഒരു ദിവസം വൈകിയാണെങ്കിലും ഷാജൻ സ്കറിയ നന്നായിട്ട് 2 വീഡിയോകളിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയാണ് പ്രധാനമായിട്ടും ഞാനൊന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം അദ്ദേഹം പറയുന്നത്, എനിക്ക് ഈ സംഭവം കേട്ട് വലിയ ഞെട്ടലുണ്ടായി, വിഷമമുണ്ടായി എന്നൊക്കെയാണ്. എന്നാൽ അടുത്ത വാചകത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ സംഭവത്തെ ഇവിടുത്തെ SDPIക്കാരും മുസ്ലിം തീവ്രവാദികളും ഒക്കെയാണ് വലിയ പ്രാധാന്യത്തോടെ പ്രചരിപ്പിക്കുന്നത്. അതിനകത്ത് എന്തോ ദുരൂഹതയുണ്ടെന്നാണ്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനോട് ആരൊക്കെ പ്രതികരിക്കുന്നു എന്നുള്ളതല്ലോ ഷാജൻ സാറേ വിഷയം. ആ വിഷയത്തിന്റെ മെറിറ്റ് നോക്കി വേണ്ടേ അതിനോട് സമീപിക്കുവാൻ. താങ്കൾക്കത് നന്നായിട്ട് അറിയാമല്ലോ. ഷാജൻ സ്കറിയ ആദ്യത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് നിങ്ങളത് കേൾക്കുക. 2 മലയാളി കന്യാസ്ത്രീകൾ, സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതിയും, സിസ്റ്റർ അങ്കമാലിക്കാരിയാണ് എന്ന് റിപ്പോർട്ട്. പിന്നെ 2 പേരും 3 ആദിവാസി കുട്ടികളോടൊപ്പം, പ്രായപൂർത്തിയാവാത്ത 3 ആദിവാസി കുട്ടികളോടൊപ്പം, ഇതിൽ ഒരാളുടെ സഹോദരനോടൊപ്പം ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നാഗരിക്ക് പോവാൻ ട്രെയിൻ കാത്തു. അപ്പോൾ ഇവരുടെ ടിക്കറ്റ് ഇല്ല, പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല. അങ്ങനെ വന്നപ്പോൾ അവരുടെ പരിശോധന ഉണ്ടായി, തർക്കമുണ്ടായി, പോലീസ് വിവരം അറിയിച്ചു. അപ്പോഴേക്കും അവിടുത്തെ ബജറംഗ് ദൾ പ്രവർത്തകർ എത്തി. ബജറംഗ് ദൾ പ്രവർത്തകർ ബഹളുണ്ടാക്കി, പോലീസ് എത്തി, അറസ്റ്റ് ചെയ്ത് കന്യാസ്ത്രീകളെ ജയിലിലാക്കി. ഷാജൻ സ്കറിയ പറയുകയാണ്, പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടികളെ കന്യാസ്ത്രീകൾ കൊണ്ടുപോകുന്നു. 2 അവർക്ക് ടിക്കറ്റ് ഇല്ല. അപ്പോൾ ഇത് പരിശോധിക്കാൻ ബജ്രംഗ് ദൾ പ്രവർത്തകർ എത്തി. ഇതാണ് ഷാജന്റെ നരേറ്റീവ്. സത്യത്തിൽ ടിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് ബജ്രംഗ് ദളുകാരാണോ? ഇനി ഈ പരിശോധിക്കാൻ വന്ന ഏതെങ്കിലും ഒരു ബജ്രംഗ് ദളുകാരൻ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എങ്കിലും എടുത്തുകൊണ്ടാണോ ആ റെയിൽവേ സ്റ്റേഷനകത്ത് കയറിയതെന്ന് ചോദിക്കാനുള്ള ആർജവം ഷാജൻ സ്കറിയ കാണിക്കേണ്ടിയിരുന്നു. പിന്നീട് ഷാജൻ പറയുന്നു, പോലീസ് എത്തി, കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. കൂട്ടത്തിൽ പറയുന്നുണ്ട്, കന്യാസ്ത്രീകൾക്കെതിരെയുള്ള പരാതി വ്യാജമാവാം, അവർ നിരപരാധികളാവാം എന്നൊക്കെ ഷാജൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. കൃത്യമായിട്ട് ആ കാര്യം പറയുവാൻ ഷാജന് എന്തോ ബുദ്ധിമുട്ടുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിൽ മനസ്സിലാകും. ഇങ്ങനെയൊന്നും അല്ലല്ലോ സാധാരണ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കാറ് എന്ന് ഓർത്താൽ മതി. അടുത്തതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അങ്ങനെയെങ്കിൽ തീർച്ചയായും അവർക്ക് നീതി കിട്ടണം, അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം, ഒരു സംശയം വേണ്ട. ഈ നിലപാടാണ് കേരളത്തിലെ BJP എടുത്തിരിക്കുന്നത്. എനിക്കതിൽ അഭിമാനം തോന്നി. കേരളത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായി.
പക്ഷേ അപ്പോഴേക്ക് BJP അതിനോട് പ്രതികരിച്ചു. BJPയുടെ പ്രതികരണത്തിൽ അദ്ദേഹത്തിന് വലിയ അഭിമാനം തോന്നി. സാറിന് അഭിമാനം തോന്നുവാൻ സാറ് BJPക്കാരനാണോ? ആണെങ്കിൽ കുഴപ്പമില്ല, അത് തുറന്നു പറയുന്നതിൽ ഞങ്ങൾക്കാർക്കും പരാതിയുമില്ല. കേരളത്തിലെ ക്രൈസ്തവരെല്ലാം BJPക്ക് എതിരാകുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരന്റെ പെട്ടെന്നുള്ള ഇടപെടൽ കൊണ്ട് അങ്ങനെ കരുതിയവരെല്ലാം നിരാശപ്പെട്ടു പോയിരിക്കുന്നു എന്നൊക്കെയാണ് ഷാജൻ സാർ പറയുന്നത്. വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട്. അടുത്ത ഷാജൻ സാറ് ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു ജാമ്യം എടുക്കുന്നുണ്ട്. ഈ BJPയുടെ കാലത്ത് മാത്രമൊന്നുമല്ല ഇവിടെ ക്രൈസ്തവ പീഡനം നടക്കുന്നത്, ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ശരിയാ സാറേ, പണ്ടുണ്ടായിരുന്നു. BJP ഭരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് മാറേണ്ടതല്ലേ? കാരണം BJP ഈ രാജ്യത്ത് കോൺഗ്രസിനേക്കാൾ നല്ല ഭരണമല്ലേ കാഴ്ചവെക്കുന്നതെന്നാണല്ലോ സാറ് പറയുന്നത്. ഇനി അതും പോകട്ടെ, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇവിടെ 10 പേർ ആക്രമിക്കപ്പെട്ടെങ്കിൽ ഇപ്പോൾ അത് 100 1000 ആയി മാറി എന്നുള്ള കാര്യം സാറ് ബോധപൂർവം മറന്നുപോകുന്നു എന്നുള്ളത് ഒന്ന് ഓർപ്പിക്കാൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇനി അടുത്ത ഷാജൻ സാർ ഒരു വലിയ നഗ്നമായ ഒരു പരമാർത്ഥം പറയുന്നുണ്ട്. നമ്മുടെ കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ വടക്കേന്ത്യയിൽ പോയി, പ്രത്യേകിച്ച് ജാർഖണ്ഡും ഛത്തീസ്ഗഡും പോലെയുള്ള ആദിവാസി മേഖലകളിൽ പോയി മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. നമ്മുടെ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ഉത്തരേന്ത്യയിൽ മതപരിവർത്തനം നടത്തുന്നു എന്നൊരു ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. സത്യമല്ലേ? അത് നടക്കുന്നുണ്ടല്ലോ. ക്രൈസ്തവ മതത്തിലേക്ക് ആര് വിശ്വാസം സ്വീകരിച്ചു വന്നാലും അവരെ സ്വീകരിക്കുക എന്നുള്ളതാണ് എല്ലാ ക്രിസ്തീയ സഭകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ചെയ്യേണ്ടതും. ഇനി ഹൈന്ദവ മതത്തിലേക്ക് ഒരാൾ ചേരാൻ ചെന്നാൽ അവർ സന്തോഷത്തോടെ 2 കൈ നീട്ടി സ്വീകരിക്കത്തില്ലേ? മുസ്ലിം മതത്തിലേക്ക് ചെന്നാൽ അവർ സ്വീകരിക്കത്തില്ലേ? അപ്പൊ ഈ രാജ്യത്ത് എല്ലാ മതങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ക്രൈസ്തവ മതത്തിലേക്കാണെങ്കിലും ഹിന്ദു മതത്തിലേക്കാണെങ്കിലും മുസ്ലിം മതത്തിലേക്കാണെങ്കിലും ബുദ്ധമതത്തിലേക്കാണെങ്കിലും ഒക്കെ അതിൽ ചേരാൻ ചെല്ലുന്നവരെ അവർ സ്വീകരിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട്. ഇനി ഈ രാജ്യത്ത് ഷാജൻ സാറും ഞാനും ഒക്കെ ക്രൈസ്തവരായി മാറിയത് ആരെങ്കിലുമൊക്കെ നമ്മുടെ പിതാക്കന്മാരെ ഈ സുവിശേഷം പറഞ്ഞ് സാറിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ മതം മാറ്റിയത് കൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഈ രാജ്യത്ത് മാത്രമല്ല, കഴിഞ്ഞ 2000 വർഷമായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ക്രൈസ്തവ മിഷണറിമാർ, സുവിശേഷ പ്രവർത്തകർ, അപ്പോസ്തോലന്മാർ ഒക്കെ ചെന്ന് അതാതിടങ്ങളിൽ വ്യത്യസ്ത മതത്തിലോ വ്യത്യസ്ത വിശ്വാസത്തിലോ ഉള്ളവരോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും അതിനോട് താല്പര്യം കാണിച്ചവരെ സ്നാനപ്പെടുത്തി ക്രിസ്ത്യാനികളാക്കുകയും ചെയ്തതാണ് ചരിത്രം. ആ ചരിത്ര യാഥാർത്ഥ്യത്തെ നമ്മൾ ഒരു പുതപ്പെട്ട് മൂടിയാൽ അത് മൂടപ്പെടുമോ? ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വേണ്ടേ നമ്മൾ മുന്നോട്ട് പോകാൻ. മറ്റൊരു കാര്യം കൂടെ ആ കൂട്ടത്തിൽ പറയട്ടെ. മതം മാറുക എന്നുള്ളതോ മതപരിവർത്തനം നടത്തുക എന്നുള്ളതോ ഒരു കുറ്റകൃത്യമല്ല ഷാജൻ സാറേ. അതൊരാൾ അയാളുടെ അഭിപ്രായം മാറുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കുക. മതം മാറ്റം എന്ന് പറയുന്ന ഇവിടെ കൊലപാതകം പോലെ വലിയൊരു കുറ്റകൃത്യമായി അവതരിപ്പിക്കുന്നത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. അവിടെയുള്ള ആളുകൾ പട്ടിണിക്കാരാണ്, ദാരിദ്ര്യം പിടിച്ചവരാണ്, വിദ്യാഭ്യാസമില്ലാത്തവരാണ്. അവർക്ക് തൊഴിൽ കൊടുത്തും മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയുണ്ട്. ഇനി ആദിവാസികളെ കുറിച്ച് ഷാജൻ സാറിന് പറയാനുള്ളത്, അവർ ദാരിദ്ര്യത്തിലാണ്, പട്ടിണിയിലാണ്. ആരെങ്കിലുമൊക്കെ അവരെ കൊണ്ടുപോയി ആഹാരം കൊടുത്തും തൊഴിൽ കൊടുത്തും വീട്ടിൽ നിർത്തിയൊക്കെ സംരക്ഷിക്കുമ്പോൾ അവരവരുടെ മതം മാറും. ഇതാണ് ഷാജൻ സാർ പറഞ്ഞു വെക്കുന്നത്. സാറേ, ജോലി കിട്ടുന്നിടത്തോട്ട് പോകുക എന്നുള്ളത് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണല്ലോ ഈ മലയാളി ഗൾഫിൽ പോയി കിടക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ബംഗാളികൾ വന്നു കിടക്കുന്നതും അതുകൊണ്ടല്ലേ. അപ്പം ജോലി കിട്ടുന്നിടത്തേക്ക് ആളുകൾ പോകും. അവർക്ക് വരുമാനം വേണമല്ലോ, അവർക്ക് ജീവിക്കണ്ടേ. അതിനുള്ള പരിശ്രമമല്ലേ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ഷാജൻ സാറിന്റെ വളരെ രസകരമായ ചില ചോദ്യങ്ങളാണ്. ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്ന് പറയുന്നത് ജോലി ചെയ്യാൻ പ്രായമുണ്ടോ? അവർക്ക് ജോലി എടുത്തിരിക്കുന്ന തെളിവുകളുണ്ടോ? അവർക്ക് ശമ്പളവും ആനുകൂല്യവും കൊടുക്കുന്നതിന് തെളിവുകളുണ്ടോ? ഇവരെ എന്തിനാ ആഗ്രഹിക്ക് കൊണ്ടുപോകുന്നത്? ഇവർക്ക് പ്രായമുണ്ടോ? ജോലി കൊടുത്തതിന് തെളിവുണ്ടോ? അവർക്ക് ശമ്പളം കൊടുത്തതിന് തെളിവുണ്ടോ? സാറേ, അവർ ജോലിക്ക് പോവുക, ജോലി ചെയ്ത് തുടങ്ങിയാലേ ശമ്പളം കിട്ടത്തുള്ളൂ. അപ്പൊ ഇങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ മതപരിവർത്തന ആരോപണം ഉന്നയിക്കാമെന്ന് ബജ്രംഗ് ദളിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് ഷാജൻ സാർ സാധാരണ BJPക്കാർ പോലും പറയാൻ തയ്യാറാകാത്ത വിധത്തിൽ വളരെ ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു. അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഇങ്ങനെയാണ്. ഒരു കാര്യം സമ്മതിച്ചേ മതിയാവും. വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ ക്രൈസ്തവ മിഷണറിമാർ നടത്തുന്ന പ്രവർത്തനം അതത്ര നല്ലതല്ല. ഒരു കാര്യം സമ്മതിച്ചേ മതിയാവുകയുള്ളൂ. വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ആദിവാസ മേഖലകളിൽ ക്രൈസ്തവ മിഷണറിമാർ നടത്തുന്ന പ്രവർത്തനം അത്ര നല്ലതല്ല. എൻ്റെ ഷാജൻ സാറേ, ഈ ക്രൈസ്തവ മിഷണറിമാർ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഈ ഉത്തരേന്ത്യയിൽ
ആദിവാസി മേഖലകളിലൊക്കെ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി എന്താകുമായിരുന്നു, ആ ദേശത്തിൻ്റെയൊക്കെ സ്ഥിതി എന്താകുമായിരുന്നു, അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കടുത്ത സംഘികൾ പോലും ഇങ്ങനെ പറയത്തില്ല. കാരണം അവിടെ ഈ ആദിവാസികൾ വിദ്യാഭ്യാസമില്ലാത്തവർ, പട്ടിണി കിടക്കുന്നവർ, ഒരു സാധ്യതകളുമില്ലാതെ ജന്മികളുടെ കീഴിൽ തൊഴിലെടുത്ത് അടിമകളായി ജീവിക്കേണ്ടി വരുന്ന വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി, തലമുറകളായി അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ഈ ജനവിഭാഗങ്ങൾക്ക് അല്പമെങ്കിലും ഒരു ആശ്വാസം നൽകിയത്, അവർക്ക് വെളിച്ചം നൽകിയത്, അക്ഷരം പറഞ്ഞു കൊടുത്തത്, അവർക്ക് അവരുടെ അഭിമാനബോധം നൽകിയത് ക്രൈസ്തവ മിഷണറിമാരാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയാതെ അതിനെ കണ്ണടച്ചിരുട്ടാക്കിയതുകൊണ്ട് ഇരുട്ടാകത്തില്ല സാറേ. ഇന്ത്യയിൽ ഇന്നും ഗവൺമെന്റ് സംവിധാനങ്ങൾ പോലും എത്തിച്ചേരാത്ത ഇടങ്ങളിൽ പോയി ചെന്ന് കഠിനമായി കഷ്ടപ്പെട്ട് അവരുടെ എല്ലാ സുഖങ്ങളും വെടിഞ്ഞ് അവിടുത്തെ ജനങ്ങളോട് താതാത്മ്യം പ്രാപിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന് കന്യാസ്ത്രീകളും പുരോഹിതന്മാരും പാസ്റ്റർമാരും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യത്തെ അവഗണിക്കപ്പെട്ട് കിടന്ന, തള്ളപ്പെട്ട് കിടന്ന, എല്ലാവരും ചവിട്ടി മെതിച്ചു കൊണ്ടിരുന്ന ആദിവാസികൾ ഇന്ന് അല്പമെങ്കിലും അഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇനി ആധുനിക കാലത്ത് സുവിശേഷം പറയാൻ പാടില്ല, മതം മാറ്റാൻ പാടില്ല, മതപ്രചരണം നടത്താൻ പാടില്ല എന്നൊക്കെയാണ് ഷാജന്റെ വാദം. സാറേ, ഏത് കാലത്തും നമ്മുടെ അഭിപ്രായങ്ങൾ പറയുവാൻ നമ്മുടെ ഭരണഘടന നമുക്ക് അനുവാദം തരുന്നുണ്ട്. ഇതൊരു സെക്യുലർ രാജ്യമല്ലേ, മതേതര രാജ്യമല്ലേ, ഹൈന്ദവ രാജ്യമല്ലല്ലോ. അതിന് അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ മുസ്ലിം രാജ്യങ്ങളെ ഉദാഹരണമായി എടുത്താണ്. അവിടെ നമുക്ക് പോയി ഒന്നും ചെയ്യുവാനൊക്കത്തില്ലല്ലോ എന്നാണ്. അവിടെയും മിഷണറിമാരുണ്ട് ഷാജൻ സാറേ, അവിടെയും പ്രവർത്തനങ്ങളുണ്ട്, അവിടെയും ധാരാളം ആളുകൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുണ്ട്, അവിടെയും പ്രവർത്തിക്കുവാൻ ആളുകളുണ്ട്. നമ്മുടെ രാജ്യം, നല്ലൊരു ഭരണഘടന, നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങളുണ്ട്. അത് ആദിവാസിക്കൂടെ ഉള്ളതല്ലേ? ഷാജൻ സാറിനുണ്ട്, ആദിവാസിക്ക് പാടില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്ന താങ്കൾ ഇപ്പോൾ BJP അനുഭാവിയായി തങ്ങളുടെ അഭിപ്രായം മാറ്റിയില്ലേ? ഈ രാജ്യത്തെ ജനങ്ങൾ അവരുടെ അഭിപ്രായം മാറ്റി ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുന്നില്ലേ? അതുപോലെ മാത്രമേ ഉള്ളൂ സാറേ ഒരാൾ അയാളുടെ മതപരമായ വിശ്വാസം മാറ്റുന്നതും. അതവർക്ക് ആദിവാസി ആയതുകൊണ്ട് അത് പാടില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവർക്കൊന്നും അറിയില്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും മതം മാറുന്നത്, നിർബന്ധിതമല്ല. സ്വന്തം ഇഷ്ടം തീരുമാനിക്കാനുള്ള സാമൂഹിക പശ്ചാത്തലം അവർക്കില്ല. ആദിവാസിക്ക് സ്വന്തം ഇഷ്ടം തീരുമാനിക്കാനുള്ള സാംസ്കാരിക പശ്ചാത്തലമില്ല, അറിവില്ല, ബോധമില്ല എന്നൊക്കെയാണ് ഷാജൻ സാറ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ BJPക്കും ബജ്രംഗ് ദളിനുമൊക്കെ അവരുടെ ഇഷ്ടങ്ങളെ നിയന്ത്രിക്കുവാൻ അവകാശമുണ്ട്, അല്ലേ സാറേ? അതുകൊണ്ടാണല്ലോ ഈ ഖർവാപ്പസിയൊക്കെ നടത്തി ഇവരെ തിരിച്ചു കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഖർവാപ്പസി ഒന്നും നടത്തേണ്ട കാര്യമില്ല. ഷാജൻ സാർ പറയുന്നത് പോലെയാണെങ്കിൽ ധാരാളം പണം മുടക്കി, ജോലി കൊടുത്ത്, ആഹാരം കൊടുത്ത്, വിദ്യാഭ്യാസം കൊടുത്തൊക്കെ മതം മാറ്റുന്ന ക്രൈസ്തവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാർഗം ഈ പാവങ്ങൾക്ക് ജോലി കൊടുക്കുകയും വിദ്യാഭ്യാസം കൊടുക്കുകയും അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്താൽ മതിയല്ലോ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ക്രിസ്ത്യൻ മിഷണറി 1000 രൂപ കൊടുക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊരു 5000 കൊടുത്ത് അദ്ദേഹത്തെ അങ്ങ് തിരിച്ചു കൊണ്ടുപോകും. അത് ചെയ്താൽ മതിയല്ലോ. അതിനു പകരം ഈ കുറുവടിയുമായിട്ട് നടന്ന് ക്രൂരമായി പീഡിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എത്രയോ സംഭവങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണക്കുകളെല്ലാം നമുക്കെല്ലാവർക്കും ലഭ്യമാകത്തക്ക നിലയിലുണ്ടല്ലോ. എന്നിട്ട് കണ്ണടച്ചിരുട്ടാക്കി ന്യായീകരിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അവരെടുത്തിട്ട് അവരോട് പറയൂ, നിങ്ങൾക്ക് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്താൽ, ജീവിത സൗകര്യങ്ങൾ കൊടുത്താൽ അവർക്ക് പോരും. ആദിവാസി മേഖലകളിൽ ക്രൈസ്തവ സഭ വളരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. സ്വർഗരാജ്യവും ജീവിത സൗകര്യവും വാഗ്ദാനം ചെയ്താൽ ആദിവാസികൾ എങ്ങോട്ട് വേണമെങ്കിലും പോരുമെന്നാണ് പറയുന്നത്. സാറേ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഛത്തീസ്ഗഡിലൂടെയൊക്കെ യാത്ര ചെയ്തു. അങ്ങനെ സ്വർഗരാജ്യം പറഞ്ഞതുകൊണ്ടോ ജീവിത സൗകര്യം കൊടുത്തതുകൊണ്ടോ ഒന്നുമല്ല ഇവരെല്ലാം ക്രൈസ്തവരായി മാറിയത്. ആ മേഖലകളിൽ നൂറ്റാണ്ടുകളായി, പതിറ്റാണ്ടുകളായി, തലമുറകളായി അവരനുഭവിക്കുന്ന അവഗണനയുണ്ട്. ഇവിടുത്തെ ഉന്നത കുലജാതർ എന്ന് പറയുന്ന സവർണ ഹിന്ദുക്കൾ അവരുടെ കാലിന് ചുവട്ടിലിട്ട് ഇവരെ ചവിട്ടി മെതിക്കുകയാണ്. അപ്പോൾ അവർക്കൊരല്പം സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരാശയം വരുമ്പോൾ കുറെ പേർ അതിലേക്ക് പോയെന്നിരിക്കും. അതിനെ ഈ നിലയിൽ ചിത്രീകരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഇവിടെ RSS ആണ് രാജ്യം ഭരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം സാർ, അത് എടുത്തു പറയേണ്ട കാര്യമില്ല, നന്നായിട്ട് അറിയാമല്ലോ നമുക്കത്. അപ്പോൾ അതിൻ്റെ അനന്തര ഫലങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്.
ഇങ്ങനെ എതിർപ്പുമായി വരുന്ന ഹിന്ദു സംഘടനകളെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരണഘടന നൽകുന്ന അവകാശങ്ങളൊന്നും ആദിവാസിക്ക് വേണ്ട. അവൻ എല്ലാ കാലത്തും ഈ സവർണരുടെ എല്ലാം കാൽച്ചുവടുകളിൽ അടിമകളായി കിടക്കട്ടെ. അവന് വിദ്യാഭ്യാസം കൊടുക്കണ്ട, അവന് നല്ല ജീവിത സൗകര്യങ്ങൾ കൊടുക്കണ്ട, അവനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണ്ട. ഇത് തന്നെയാണ് അടിസ്ഥാന പ്രശ്നം സാറേ. അങ്ങനെ കേരളത്തിലെ BJPയുടെ വളർച്ചയ്ക്ക് വേണ്ടി ക്രൈസ്തവരെ ഒന്ന് ചേർത്ത് നിർത്തുവാൻ പരിശ്രമിക്കുന്ന BJPയെ ഒന്ന് സഹായിക്കുവാൻ വേണ്ടി ഈ വിഷയത്തിൽ തനിക്ക് പറയാവുന്നതെല്ലാം അദ്ദേഹം ഈ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ഷാജൻ സാറിനോട് എനിക്ക് പറയുവാനുള്ളത്, സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം സാറിൻ്റെ സ്റ്റാഫിനെ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തണം. സാർ പറഞ്ഞല്ലോ 100 പേരോളമുള്ള വലിയൊരു പ്രസ്ഥാനമാണിത്, പല ചാനലുകളുണ്ട്, അതെല്ലാം ശരിയാണ്. അപ്പോൾ അതിനകത്തുള്ള സ്റ്റാഫിനെ കൂടെ ഇതൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്. ഇന്നലെ നിങ്ങളുടെ മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ചാനലിൽ മറ്റൊരു ചർച്ച ഞാൻ കണ്ടു. ദയവ് ചെയ്ത് ഷാജൻ സാർ, താങ്കളുടെ തന്നെ ഈ മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ചാനലിൽ ആഷിക്കും മറ്റേ പെൺകുട്ടിയും കൂടെ നടത്തിയ ചർച്ചയൊന്ന് കാണണം. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്നും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അതെത്ര നിന്ദാകരമായ കാര്യമാണെന്നും അതിലെ അധാർമികത എന്താണെന്നും ബജ്രംഗദളും BJPയും സംഘപരിവാരവും നടത്തുന്ന ഈ കൊള്ളരുതായ്മ എത്ര നികൃഷ്ടമാണെന്നും വളരെ വ്യക്തമായിട്ട് അതിനകത്ത് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ദയവ് ചെയ്ത് സാർ അതൊന്ന് കണ്ടിട്ട് വേണം അടുത്തൊരു വീഡിയോ ചെയ്യുവാൻ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇന്ന് സാറ് മറ്റൊരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തതും ഞാൻ കണ്ടു. ആ വീഡിയോയിൽ ഇന്നലെ പറഞ്ഞതിന് വിരുദ്ധമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ സന്തോഷം. അവർക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നെന്നും അവരെ കയറ്റിവിടുവാൻ വന്ന ആ സഹോദരൻ്റെ കയ്യിൽ മാത്രമേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതിരുന്നുള്ളൂ എന്നും ഒക്കെ സാറ് പറയുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുകയും അത് സത്യസന്ധമായി അവതരിപ്പിക്കുകയും ചെയ്യുകയല്ലേ സാറേ ചെയ്യേണ്ടത്. സാറേ, ഈ രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും അത് പറയുവാനും അവർക്കിഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കുവാനും ആ ദൈവത്തെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ മറ്റൊരു ദൈവത്തെ ആരാധിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ആദിവാസിക്കും പട്ടണത്തിൽ ജീവിക്കുന്ന നമുക്കും ഒക്കെ ഒരേപോലെയുള്ള അവകാശമാണ് ഭരണഘടന നൽകുന്നത്. അപ്പോൾ അതിനെ മാനിക്കുവാൻ പഠിക്കുക എന്നുള്ളതാണ് ഭരണകൂടം ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ഈ ഹൈന്ദവ തീവ്ര സംഘടനകൾ അടിച്ചമർത്തുവാൻ ശ്രമിക്കും തോറും ഇന്ത്യയിൽ ക്രൈസ്തവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സത്യസന്ധമായി പരിശോധിച്ചാൽ അത് മനസ്സിലാകും. എത്രമാത്രം പീഡിപ്പിക്കാമോ അത്രമാത്രം പീഡിപ്പിക്കുക. പക്ഷെ ആ പീഡനങ്ങൾ ഈ സഭയെ നശിപ്പിക്കത്തില്ല, ഇതിനെ ഇല്ലാതാക്കത്തില്ല. കൂടുതൽ ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുമെന്നുള്ളതേ ഉള്ളൂ. അതാണ് വാസ്തവം. ലോക ചരിത്രത്തിൽ നമ്മളെല്ലായിടത്തും കണ്ടിട്ടുള്ളതും അതാണ്. ഷാജൻ സാർ ഈ കേരളത്തിലെ ക്രൈസ്തവരെ BJPയുടെ പാളയത്തിൽ കൊണ്ടുപോയി കെട്ടി, അതുകൊണ്ട് സാറിന് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നെങ്കിൽ അത് ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതിലും നല്ലത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതാണ്. സാറിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഇത് അധാർമികമാണ്. സത്യസന്ധതയോടെ കാര്യങ്ങളെ ബയസ്ഡ് അല്ലാതെ അവതരിപ്പിക്കുവാൻ താങ്കൾക്ക് സാധിക്കട്ടെ. ദൈവം അതിന് താങ്കളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രതികരണം ഇവിടെ അവസാനിപ്പിക്കുന്നു.